ഞാനും കറുപ്പാണ്, നല്ല ഒന്നാന്തരം കറുപ്പ്, നോ ഫിൽട്ടർ. ഈ കാണുന്നതാണ് ഞാൻ. ഇന്ന് വരെ ഈ കറുപ്പിന്റെ പേരിൽ എന്നെ ആരും അധിക്ഷേപിക്കാൻ വന്നിട്ടില്ല എന്നൊക്കെ ഉള്ളത് ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഭാഗ്യമായിട്ട് കരുതരുത് കേട്ടോ. കാര്യം എന്തൊക്കെയാണ് ഈ കാണുന്ന ഒരു കലാകാരൻ, എത്രയോ സ്റ്റേജുകളിൽ എത്രയോ മനുഷ്യരുടെ അംഗീകാരങ്ങൾ നേടിയ ഒരു കലാകാരനെ കുറെ പുട്ടിയടിച്ച് മേക്കപ്പ് ഇട്ട ആഭരണങ്ങളും ഒക്കെ ആയി വന്നിട്ട് ഒരാളിരുന്ന് അങ്ങ് പറയാണ് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ. അതെങ്ങനെ പറയാൻ നാവ് പൊന്തി? എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ വളരെ വികലമായ ജാതീയ ചിന്തയുമായിട്ട് നടക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ഒരുപാട് പേര് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് ചിലരെയൊക്കെ ഓടി വന്നിട്ടുണ്ടാവും. ജാതീയത കൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ, വളരെ കൃത്യമായി പറയട്ടെ, അവർക്ക് മാനസിക രോഗമാണ്, അവർക്ക് അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. വളരെ സങ്കടകരമാണ് ഇത്രയും കഴിവുള്ളൊരു ഒരു ഒരു മനുഷ്യനെ കലാകാരി എന്ന ലേബലിൽ ഇത്രയും വർഷം കലാമേഖലയിൽ നിന്നൊരാൾ ഇങ്ങനെ അധിക്ഷേപിക്കാന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ ഈ പറഞ്ഞ വിമർശിക്കാം, ആരും വിമർശനങ്ങൾക്ക് അതീതരല്ല. പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിന്റെ സ്കിന്നിന്റെ ടോണിനെയൊക്കെ ഇങ്ങനെ പറയാനേ, പ്രിയപ്പെട്ട ഭവതി, ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ കണ്ണാടിയിൽ നോക്കണം. ഇത് നമ്മൾ സ്വയം തിരിച്ചറിയണം. ഇങ്ങനെ കുറേ മേക്കപ്പ് വാരിയിടുക എന്ന് പറയുന്നതല്ല സൗന്ദര്യം. സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവന്റെ മനസ്സുകൊണ്ട് അവന്റെ കലയിലൂടെ സമൂഹത്തിന് എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് കലാകാരന്റെ അല്ലെ കലാകാരിയുടെ സൗന്ദര്യം എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. മോശമായിപ്പോയി. എന്നിട്ട് നിങ്ങളത് മാപ്പ് പറയാൻ തയ്യാറല്ല, നിങ്ങൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും തെറ്റാണ്. ഞാൻ നിങ്ങളെ അവഹേളിക്കല്ല, എന്റെ അഭിപ്രായം പറയാണ്. ഭയങ്കര മോശമായിപ്പോയി, ഭയങ്കര മോശമായിപ്പോയി. അന്നും ഇന്നും അവഹേളിക്കപ്പെടുന്ന, മാറ്റി നിർത്തപ്പെടുന്ന, ഒറ്റപ്പെടുന്ന മനുഷ്യരോടൊപ്പം എന്നും എപ്പോഴും സപ്പോർട്ട്. പരക്കട്ടെ പ്രകാശം.